ഹായ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് FIUGP സെമസ്റ്റർ സെക്കൻഡിലെ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് അഥവാ MDC ആയിട്ടുള്ള ഒരു പേപ്പറാണ് കോമിക്സ് ആൻഡ് ഗ്രാഫിക് ഫിക്ഷൻ. സോ അതിലെ തേർഡ് മൊഡ്യൂളിലുള്ള പഠിക്കാനുള്ള ഒരു വർക്കാണ് സെലക്ഷൻ ഫ്രം സാനിറ്ററി പാനൽസ്, ഓതർ രജിത തനേജ. സോ ഈ വർക്ക് ഒരു വെബ് കോമിക്കാണ്. സോ നമ്മൾ വർക്കിലോട്ട് കടക്കുന്നതിന് മുന്നേ എന്താണ് വെബ് കോമിക്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. സോ വാട്ട് ആർ വെബ് കോമിക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെബ് കോമിക്സ് ആർ ഡിജിറ്റൽ കോമിക്സ് പബ്ലിഷ്ഡ് ഓൺലൈൻ ഓഫൻ ഇൻ എ സ്ട്രിപ്പ്, പാനൽ ഓർ ഗ്രാഫിക് ഫോർമാറ്റ്. കുറച്ചുകൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനവിടെ ഒരു വെബ് കോമിക്കിൻ്റെ ഇമേജ് കൊടുത്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ ക്ലിയർ ആയിരിക്കും. നമ്മൾ ഓഫൻ കണ്ടുവരുന്ന സംഭവമാണ് ഏതെങ്കിലും ഒരു കാര്യം കോമിക് രൂപത്തിലാണ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടാവുക. സോ സ്ട്രിപ്പിൻ്റെയും പാനലിൻ്റെയും കാര്യം പറഞ്ഞു. ഇങ്ങനെ താഴെ വരുന്നതിനെയാണ് സ്ട്രിപ്പ് എന്ന് പറയുക. അതേസമയം ഒരേ റെക്റ്റാങ്കിൾ തന്നെ രണ്ടായിട്ട് മുറിച്ചിട്ട് ഇതുപോലെ ലെഫ്റ്റും റൈറ്റും വരുന്നതിനെ പാനൽ എന്നാണ് പറയുക. ക്ലിയർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ഉള്ളിൽ ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്തേക്കുവാണ്. താഴെ വരുന്നതിന് സ്ട്രിപ്പ് എന്നും, എന്നാൽ അപ്പുറയും ഇപ്പുറയും വരുന്നതിന് ലെഫ്റ്റ് റൈറ്റ് വരുന്നതിനെയാണ് പാനൽ എന്നും പറയാം. മൂവിങ് ഓൺ. ഇനി ഇതിൻ്റെ ഫോർമാറ്റിനെ പറ്റിയിട്ട് ചോദിക്കുകയാണെങ്കിൽ, ദർ ക്യാൻ ബി സിംഗിൾ പാനൽ ജോക്സ്, മൾട്ടി പാനൽ സ്ട്രിപ്സ് ഓർ ഫുൾ ലെങ്ത് ഗ്രാഫിക് നോവൽസ്. സോ ഇത് വെച്ചിട്ട് തന്നെ ഈ ഒരു ഫോർമാറ്റിൽ ചെറിയ കോളംസ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് ചെറിയ സിംഗിൾ പാനൽ ജോക്സ് പറയാം, തമാശകൾ പറയാൻ പറ്റും. മൾട്ടി പാനൽ സ്ട്രൈപ്സ് വഴി അങ്ങോട്ടും ഇങ്ങോട്ടും താഴേക്ക് വരുന്ന കണക്കിന് വലിയ നമ്മൾ പണ്ട് ബാലരമ കളിക്കുടുക്കൊക്കെ വായിക്കുന്ന സമയത്ത് ഇതുപോലത്തെ കുറേ കോമിക്സ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഈവൻ ശുപ്പാണ്ടി, പപ്പൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡയലോഗ് പോലും ഇല്ലാത്ത കോമിക്സും കണ്ടിട്ടുണ്ടാവാം. ദെൻ ഇതിൻ്റെ ആക്സസിബിലിറ്റി, ഇത് എവിടെ നിന്നാണ് നമുക്കിത് വായിക്കാൻ കിട്ടുക അല്ലെങ്കിൽ കാണാൻ കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദേ ആർ അവൈലബിൾ ഓൺ വെബ്സൈറ്റ്സ്, സോഷ്യൽ മീഡിയ ആൻഡ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ്, മേക്കിംഗ് ദം ഈസി ടു ആക്സസ് ഫോർ എ ഗ്ലോബൽ ഓഡിയൻസ്. സോ നമ്മളൊരു ബുക്ക് പബ്ലിഷ് ചെയ്യുന്നതിൻ്റെ അത്രയും ടഫസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല ഒരു വെബ് കോമിക്ക് പബ്ലിഷ് ചെയ്യാൻ. കാരണം അത് വെബ്സൈറ്റിലാണ് നമ്മൾ പബ്ലിഷ് ചെയ്യുക. സോഷ്യൽ മീഡിയ വഴി ലോകത്തുള്ള എല്ലാവർക്കും അതിനുള്ള ആക്സസ് കിട്ടും, നമ്മുടെ വെബ് കോമിക്ക് കാണാനുള്ള ആക്സസ്. ദെൻ എന്തൊക്കെ തീംസിനെ പറ്റിയിട്ട് എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ക്യാൻ കവർ എ വൈഡ് റേഞ്ച് ഓഫ് ടോപ്പിക്സ്. എന്ത് ടോപ്പിക് വേണമെങ്കിലും നമുക്ക് എഴുതാൻ പറ്റും. ഇറ്റ് ക്യാൻ ഇൻക്ലൂഡ് ഹ്യൂമർ, പൊളിറ്റിക്സ്, സോഷ്യൽ ഇഷ്യൂസ്, ഫാൻറ്റസി, സ്കൈഫൈ ആൻഡ് സ്ലൈസ് ഓഫ് ലൈഫ്. ഇപ്പം നമ്മുടെ റിയാലിറ്റി, ജീവിതത്തിൽ നിന്ന് ചിന്തിയെടുത്ത് ഏടാവട്ടെ, എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തീമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ഓഫൻ ദേ യൂസ് സോഷ്യൽ കമൻട്രി. കുറേയും വെബ് കോമിക്സ് ഫോക്കസ് ചെയ്യുന്ന സറ്റയർ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ വിരോധാഭാസത്തിലൂടെ കാണിക്കാൻ ശ്രമിക്കാറുണ്ട്. ഡാർക്ക് ഹ്യൂമർ കൊണ്ടുവരാറുണ്ട്, ഫെമിനിസം, ആക്ടിവിസം, ദെൻ കൾച്ചറൽ ക്രിട്ടിക്സ്, ഇങ്ങനെ പല കാര്യങ്ങളിലും ഒരു സോഷ്യൽ കമൻട്രി ആയിട്ടും വെബ് കോമിക്സ് നിലനിൽക്കാറുണ്ട്. ദെൻ ദെയർ ഇസ് ഇൻറ്ററാക്ടിവിറ്റി. സോ എങ്ങനെയാണ് നമുക്ക് ഒരു ഓഡിയൻസിന്, ഇപ്പോൾ നമ്മളൊരു ബുക്ക് വായിക്കുക അല്ലെങ്കിൽ ഒരു സിനിമ കാണുക, അത് നമുക്ക് അതിൻ്റെ നിർമ്മാതാക്കളോട് അല്ലെങ്കിൽ ആ സിനിമ ഉണ്ടാക്കിയ ആൾക്കാരോട്, ഡയറക്ടേഴ്സിനോട് സമ്മതിക്കാൻ പറ്റുന്നതിൻ്റെ ഒരു തോത് കുറവാണ്. റിവ്യൂ പറഞ്ഞാൽ പോലും നമുക്ക് നേരിട്ട് സംസാരിക്കാൻ പറ്റില്ല. പക്ഷേ ഒരു വെബ് കോമിക് ആണെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ തന്നെ നമുക്ക് കമൻറ്റ് ഇടാൻ പറ്റും, ഷെയർ ചെയ്യാൻ പറ്റും. ഡയറക്റ്റ്ലി തന്നെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു ഡിസ്കഷൻ ഫോറമാക്കി മാറ്റാൻ പറ്റും നമ്മുടെ വെബ് കോമിക്ക്. ദെൻ ഇൻഡി ആൻഡ് ക്രിയേറ്റർ ഓൺഡ്. സോ ആരാണോ വെബ് കോമിക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് അയാൾ തന്നെയാണ് അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഉള്ള ആൾ. ഓക്കെ, ഇൻഡിപെൻഡൻ്റ്ലി അയാൾക്ക് തന്നെയാണ് അതിൻ്റെ ക്രെഡിറ്റ് ഉള്ളത്. ആരുടെ ഐഡിയ ആണ്, ആരാണത് ഇല്ലുസ്ട്രേറ്റ് ചെയ്തത്, ദ ഫുൾ ക്രെഡിറ്റ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ വർക്ക് ഗോസ് ടു ദാറ്റ് പേഴ്സൺ. ദെൻ മോണിറ്റൈസേഷൻ. നമ്മളിപ്പോൾ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുന്നതാവട്ടെ, മൂവി ആവട്ടെ, അതിൻ്റെ എല്ലാം ലാഭം എന്ന് പറയുന്നത്, മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശുപരമായിട്ടുള്ള ലാഭമാണ്, മണി ബേസ്ഡ് ആയിട്ടുള്ള ലാഭമാണ്. അതെല്ലാം കിട്ടുന്നുണ്ട്. ഇപ്പോൾ വെബ് കോമിക്സിൽ അതെങ്ങനെ കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരുടെ വെബ് കോമിക് പ്ലാറ്റ്ഫോംസ് വഴി തന്നെ സ്പോൺസർഷിപ്സ് കിട്ടും. ഓൾസോ ക്രൗഡ് ഫണ്ടിങ്. നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് കാശ് അയച്ചു കൊടുക്കാൻ പറ്റും. അതാണ് ഇവരുടെ ഒരു മണി കിട്ടുന്ന ഉപാധി. അങ്ങനെയാണ്. ദെൻ എവല്യൂഷൻ ഓഫ് കോമിക്സ്. അൺലൈക്ക് ട്രഡീഷണൽ പ്രിൻറ്റ് കോമിക്സ്, വെബ് കോമിക്സ് ഓഫർ ഇൻഫിനിറ്റ് സ്ക്രോളിംഗ്, ആനിമേഷൻ ആൻഡ് ഈവൻ ഇൻറ്ററാക്റ്റീവ് സ്റ്റോറി ടെല്ലിംഗ്. സോ നേരത്തെ പറഞ്ഞ ഒരു പപ്പൂസ്, ശുപ്പാണ്ടി, അതൊക്കെ ഓർത്ത് കഴിഞ്ഞാൽ അതെല്ലാം പ്രിൻറ്റഡ് കോമിക്സ് ആണ്. സോ ഈ നമ്മൾ ബാലരമയിൽ കണ്ടിട്ടുള്ള എല്ലാ വർക്ക്സുകളും പ്രിൻറ്റഡ് കോമിക്സ് ആയിരുന്നു. പക്ഷേ ഇവിടെ വെബ് കോമിക്സിൻ്റെ ഒരു പുതിയ സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫിനിറ്റ് സ്ക്രോളിംഗ് ആണ്.
സോ ഒരു ബുക്ക് അത് വിറ്റ് അത് വായിക്കുന്ന ആ ഒരു കുടുംബം മാത്രമായിട്ട് സെക്ലൂഡഡ് ആയിട്ട് പോകും. പക്ഷേ വെബ് കോമിക് അങ്ങനെയല്ല, അതിൻ്റെ ആക്സസ് എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാരിലേക്ക് എത്തും. ദെൻ ഇമ്പാക്റ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ വരിക? They play a significant role in shaping modern internet culture, spreading awareness and influencing mainstream media. സോ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം നമുക്ക് വൃത്തിക്ക് പറഞ്ഞു വയ്ക്കാൻ പറ്റും. ആൻഡ് ഇറ്റ് വിൽ സ്പ്രെഡ് അവെയർനെസ്. ആൾക്കാർക്ക് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അതുവഴി തന്നെ നമ്മുടെ നാട്ടിൽ അതിനെ പറ്റിയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടുവരാനും പറ്റും. ദെൻ ഇനി നമ്മുടെ വർക്കിലേക്ക് വരുവാണെങ്കിൽ ഇത് കുറച്ച് സോഷ്യൽ കമൻട്രി ഉള്ളൊരു വർക്കാണ് നമുക്ക് പഠിക്കാനുള്ളത്, പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ളത്. സോ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം ആക്സസിബിലിറ്റി ആൻഡ് സിംപ്ലിസിറ്റി. ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും വളരെ കൂടുതലായിട്ട് ആൾക്കാരിലേക്ക് ഒരു വൈഡ് റേഞ്ച് ഓഫ് ഓഡിയൻസിൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ പറ്റും. അതാണ് ആക്സസിബിലിറ്റി വരിക. സിംപ്ലിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെബ് കോമിക്സ് കണ്ടപ്പോൾ തന്നെ ഐഡിയ വളരെ ക്ലിയർ ആയിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റും. നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ, വിഷ്വലി പെട്ടെന്ന് തന്നെ അത് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. ദെൻ എൻഗേജ്മെൻറ്റ് ആൻഡ് വൈറാലിറ്റി. സോ ആ ഒരു സംഭവം ചെറുതാണല്ലോ, ഒരു ചെറിയ പേജിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ എൻഗേജ്മെൻറ്റ് വളരെ കൂടുതലായിരിക്കും ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഷോർട്ട് ഫോർമാറ്റ് ആൻഡ് വിഷ്വൽ നേച്ചർ. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഷെയർ ചെയ്യാൻ പറ്റും. സോ നമ്മൾ വേറൊരാളത് ഷെയർ ചെയ്യുമ്പോഴത്തേക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡിസ്കഷൻസ് നമുക്ക് സ്പാർക്ക് ചെയ്യാൻ പറ്റും. ആൾക്കാരിലേക്ക് ആ ടോപ്പിക്കിൻ്റെ ഇമ്പോർട്ടൻസ് എത്തിക്കാനും പറ്റും. Then critiquing power structures. Comics like Sanitary Panel serves as satire, exposing gender discrimination, patriarchy and social injustices in a way that is both thought-provoking and humorous. So, ഒരേ സമയം നമുക്ക് ഹ്യൂമറസ് ആയിട്ടൊരു കാര്യത്തിനെ ഡീൽ ചെയ്യാൻ പറ്റും, അതിനെ തോട്ട് പ്രൊവോക്കിംഗ് ആക്കാനും പറ്റും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ആൾക്കാരിലേക്ക് എത്താൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആയുധം എന്ന് പറയുന്നത് കോമഡിയാണ്, അല്ലെങ്കിൽ ഹ്യൂമറസ് ആയിട്ടൊരു കാര്യത്തിനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളതിനകത്താണെങ്കിൽ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, പേട്രിയാർക്കി മുതലായിട്ടുള്ള കുറേ സോഷ്യൽ ഈവൽസിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്, ബട്ട് ഇൻ എ ഹ്യൂമറസ് വേ. സോ ഒരു പവർ സ്ട്രക്ചേഴ്സിനെ തന്നെ പൊളിച്ചെഴുതാൻ അല്ലെങ്കിൽ അവരൊന്ന് ക്രിട്ടിസൈസ് ചെയ്യാനും പറ്റും. ദെൻ എൻകറേജിങ് റിഫ്ലക്ഷൻ ആൻഡ് ചേഞ്ച്. സോ ഇങ്ങനെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുന്നതിലോടുകൂടി എന്താ സംഭവിക്കുക? ദർ ക്യാൻ ബി എ ബ്രോഡർ കൾച്ചറൽ ഷിഫ്റ്റ് ടുവേർഡ്സ് ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. സോ ഇപ്പോൾ ഇവിടെ ഈ രണ്ട് കാര്യം എടുത്ത് പറയാൻ കാരണം, ക്രിട്ടിസൈസ് ചെയ്യാൻ പോകുന്നത് ജെൻഡർ ഇൻഈക്വാലിറ്റിയാണ്. സോ നമ്മൾ ഈ ഒരു ക്രിട്ടിസൈസ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്? ഒരു ചേഞ്ചാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അത് എങ്ങനെയുള്ളതായിരിക്കും? ഇൻഈക്വാലിറ്റിയിൽ നിന്ന് മാറി ഇക്വാലിറ്റി കിട്ടണം, അതാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ചേഞ്ച്. സോ ദെൻ ഇറ്റ് വിൽ become a platform for marginalized voices. എല്ലാ ആൾക്കാരിലേക്കും എത്തിക്കാൻ പറ്റാത്ത ആൾക്കാരുടെ, മാർജിനലൈസ് ചെയ്യപ്പെട്ട ആൾക്കാരുടെ അല്ലെങ്കിൽ ഒഴിവാക്കപ്പെട്ട, മാറ്റി നിർത്തപ്പെട്ട ആൾക്കാരുടെ വോയിസ്, അവരുടെ ശബ്ദം നമുക്ക് എത്തിക്കാൻ പറ്റും, ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റും. സോ ഇനി നമുക്ക് വി ക്യാൻ ജസ്റ്റ് ഡൈവ് ഇൻ ടു അവർ പ്രിസ്ക്രൈബ് ടെക്സ്റ്റ്. ഓഥറിൻ്റെ പേര് അല്ലെങ്കിൽ ഈ ഒരു വെബ് കോമിക്കിൻ്റെ ഓഥർ ആരാണ്? രജിത തനേജ. വർക്കിൻ്റെ നെയിമാണ് സെലക്ഷൻസ് ഫ്രം സാനിറ്ററി പാനൽസ്. സോ ഇവിടെ സാനിറ്ററി പാനൽസ് എന്നാണ് വർക്കിൻ്റെ പേര്. നമുക്ക് പഠിക്കാൻ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള 3 എണ്ണമാണ്, അതാണ് ഈ സെലക്ഷൻസ്. 3 സെലക്ഷൻസാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. സോ ഇനി ആരാ രജിത തനേജ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുള്ളിക്കാരി ഒരു ആർട്ടിസ്റ്റാണ്. സോ ഈ പെർട്ടിക്കുലർ വർക്ക് സാനിറ്ററി പാനൽസ് ഇസ് പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ കമൻട്രി, ഫെമിനിസം, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് സറ്റയർ ഓൾ റാപ്ഡ് അപ്പ് ഇൻ സ്റ്റിക്ക് ഫിഗർ കോമിക് സ്ട്രിപ്സ്. സോ ഓർക്കേണ്ട ഒരു കാര്യം, സ്റ്റിക്ക് ഫിഗേഴ്സാണ് പുള്ളിക്കാരി യൂസ് ചെയ്തിട്ടുള്ളത്. താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മളൊക്കെ പടം വരയ്ക്കുന്ന സമയത്ത് യൂസ് ചെയ്യുന്നതാണ്. ഒരു തലയുടെ സ്ഥലത്ത് ഒരു സർക്കിളും പിന്നെ ബാക്കി ശരീരഭാഗങ്ങളെല്ലാം സ്റ്റിക്ക് കൊണ്ട് ഉണ്ടാക്കിയേക്കും. ഇതിനെയാണ് സ്റ്റിക്ക് ഫിഗർ എന്ന് പറയുന്നത്. പുള്ളിക്കാരിയുടെ ഈ വർക്കിനകത്ത് സ്റ്റിക്ക് ഫിഗേഴ്സാണ് കൂടുതലായിട്ടും യൂസ് ചെയ്തിട്ടുണ്ടാവുക. ഫെമിനിസവും സോഷ്യൽ ജസ്റ്റിസ് ഇതിനെയൊക്കെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. സോ ആദ്യത്തത് ഇതാണ് ഇമേജ്. ഇമേജ് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ ഇമേജിൻ്റെ ഹെഡ്ലൈൻ തന്നെ #NotAllMen. ഓക്കെ, സോ അതിൻ്റെ അകത്തത് ഈ മനുഷ്യൻ പറയുന്നുണ്ട്, I went partying with my cousin and I didn't misbehave with her. രണ്ടാമത്തെ ആൾ പറയുന്നു, I saw a girl on the bus and I didn't harass her. അടുത്ത മൂന്നാമത്തെ ആൾ പറയുന്നുണ്ട്, I didn't whistle at that girl on the street. അത് കേട്ടപ്പോഴത്തേക്കും ഇതേ കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്, രണ്ട് സൈഡിലും കുറച്ച് ആൾക്കാരുണ്ട്. സോ അതിൽ ആ മുടി എന്ന് പറയുന്ന എലമെൻറ്റ് വെച്ചിട്ട് നമുക്കത് സ്ത്രീകളാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ അവരെല്ലാവരും എന്ത് ചെയ്യുവാണ്? യാ എന്ന് പറഞ്ഞിട്ട് ക്ലാപ്പ് ചെയ്യുവാണ്, അപ്ലോസ് ചെയ്യുവാണ്, ചിയർ ചെയ്യുവാണ്. സോ ആ മനുഷ്യൻ, വേറൊരു മനുഷ്യൻ അവിടെ നിന്നിട്ട് അതൊരു
ആൺ രൂപമാണ്. സോ മെയിൽ എന്താ പറയുന്നത്, ഹാഷ്ടാഗ് നോട്ട് ഓൾ മെൻ. സോ ഇനി നമുക്കിതിൻ്റെ മീനിങ്ങിലോട്ട് കിടക്കാം. സോ ഞാൻ പറഞ്ഞു 3 സ്റ്റേറ്റ്മെൻറ്റ്സ് അവിടെ പറയുന്നുണ്ട്. സോ ആദ്യത്തെ ആൾ പറയുന്നത് അയാൾ പാർട്ടിക്ക് പോയി, പക്ഷേ അയാൾ എന്ത് ചെയ്തില്ല, അവിടെ ഒരു സ്ത്രീയോടും തന്നെ മിസ്ബിഹേവ് ചെയ്തില്ല. അയാൾ കസിൻ്റെ കൂടെയാണ് പാർട്ടിക്ക് പോയത്, പക്ഷേ അയാൾ എന്ത് ചെയ്തില്ല, കസിനെ ഉപദ്രവിച്ചില്ല, മൊളസ്റ്റ് ചെയ്തില്ല. അടുത്ത ആൾ പറയുന്നുണ്ട്, ഞാനൊരു സ്ത്രീയെ ബസ്സിൽ കണ്ടല്ലോ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തില്ല, അവളെ ഞാൻ ഹറാസ് ചെയ്തില്ല. മൂന്നാമത്തെ ഒരാൾ പറഞ്ഞു, ഞാൻ സ്ട്രീറ്റിൽ കൂടി തെരുവിലൂടെ നടന്നു പോയൊരു പെൺകുട്ടിയെ നോക്കിയിട്ട് ഞാൻ വിസിൽ ചെയ്തില്ല, ഞാൻ ക്യാറ്റ് കോളിംഗ് എന്ന് അതിനെ പറയാം, ഞാൻ ക്യാറ്റ് കോളിംഗ് ഒന്നും ചെയ്തില്ല. സോ ഇത് കേട്ടപ്പോഴത്തേക്കും ആൾക്കാർ എന്ത് ചെയ്തു, ചിയർ ചെയ്യാൻ പോയി. ആൻഡ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇംപ്ലൈ ദാറ്റ് ദീസ് മെൻ എക്സ്പെക്ട് പ്രൈസ് ഫോർ നോട്ട് എൻഗേജിങ് ഇൻ ഇൻഅപ്രോപ്രിയേറ്റ് ബിഹേവിയർ വിച്ച് ഷുഡ് ഓൾറെഡി ബി ദ നോം. സോ ഇവിടെ നോക്കിക്കേ, ഈ ആണുങ്ങളെല്ലാം എന്താ എക്സ്പെക്ട് ചെയ്യുന്നത്, അവർ ചെയ്ത വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ കൂടെ നമ്മളെ വിശ്വസിച്ച് വരുന്ന ഒരു കസിനെ ഉപദ്രവിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഒരു വളരെ നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു മനുഷ്യനത് ചെയ്യാൻ പാടില്ല, ആരും ഉപദ്രവിക്കാൻ പാടില്ല. എന്നിട്ട് പോലും ഞാനത് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് ഹി തിങ്സ് ദാറ്റ് ഹി ഹാസ് ഡൺ സംതിങ് വിച്ച് ഷുഡ് ബി അപ്രീഷിയേറ്റഡ്. ആ ഒരു തോട്ടിനെയാണ് ഇവിടെ സർക്കാസ്റ്റിക്കലി കാണിക്കുന്നത്. അടുത്ത് ഈ ബസ്സിൽ പോകുന്ന സ്ത്രീകളെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഉപദ്രവിക്കാൻ പാടില്ല. ഞാൻ ഉപദ്രവിച്ചില്ല, അതുകൊണ്ട് ഞാനൊരു നല്ല വ്യക്തിയാണ്. ശരിക്കും വളരെ നോർമലായിട്ടുള്ളൊരു കാര്യം അയാൾ ചെയ്തതിന് അയാളെ എല്ലാവരും അംഗീകരിക്കണമെന്നാണ് അയാൾ പറയുന്നത്. സോ അതിൽ ബാക്കി സ്ത്രീകളെല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, ഇത് കേട്ട ഉടനെ സ്ത്രീകളും ബാക്കി ആ ക്രൗഡ് എല്ലാവരും ക്ലാപ്പ് ചെയ്ത് ഷെയർ ചെയ്ത് ശരിയാ നിങ്ങൾ ചെയ്തത് എന്തോ വലിയൊരു സംഭവമാണെന്ന് പറയുന്നുണ്ട്. ഓൾസോ അവിടെ എന്തും വരുന്നുണ്ട്, നോട്ട് ഓൾ മെൻ എന്ന് പറയുന്ന ഒരു സൈനും വരുന്നുണ്ട്. സോ ഈ ഹാഷ്ടാഗിനെ പറ്റി പറയുവാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ജസ്റ്റിസ് വേണമെന്ന് തോന്നുമ്പോഴാണല്ലോ നമ്മൾ ഹാഷ്ടാഗ്സ് കൊണ്ടുവരുന്നത്. സോ ഹാഷ്ടാഗ് മീ ടു, ഹാഷ്ടാഗ് ജസ്റ്റിസ് ഫോർ എന്തെങ്കിലും ഒരു സംഭവം അങ്ങനെ വരുന്നത്, ഹാഷ്ടാഗ് ഗ്ലോബൽ വാർമിംഗ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ. വി വാണ്ട് അതർ പീപ്പിൾ ടു ഗീവ് എ സർട്ടൻ ലെവൽ ഓഫ് ഓർ സർട്ടൻ എമൗണ്ട് ഓഫ് ഇമ്പോർട്ടൻസ്, എന്തോ ഒരു ഇമ്പോർട്ടൻസിന് വേണ്ടിയിട്ട് നമ്മൾ കോൾ ഫോർ ചെയ്യുന്നതിനാണ് ഈ ഹാഷ്ടാഗ് ഉപയോഗിക്കുന്നത്. സോ ഇവിടെ ആ ഒരു സൈൻ വെച്ച് തന്നെ മോക്ക് ചെയ്യാനാണ് ശ്രമിച്ചേക്കുന്നത്. സോ അയാളുടെ ആ ഒരു നോട്ട് ഓൾ മെൻ സൈൻ എന്താ ചെയ്യുന്നത്, ദിസ് മോക്സ് ഹൗ സം മെൻ റെസ്പോണ്ട് ഡിഫെൻസീവ്ലി വെൻ ഡിസ്കഷൻസ് അബൌട്ട് ഹറാസ്മെൻറ്റ് അറൈസ്, ട്രൈങ് ടു ഡിസ്റ്റൻസ് ദംസെൽഫ് ഫ്രം ബ്ലെയിം ഇൻസ്റ്റെഡ് ഓഫ് അഡ്രസ്സിങ് ദ ലാർജർ ഇഷ്യൂ. സോ അവരെന്താ ചെയ്യുന്നത്, ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് എല്ലാ മനുഷ്യരും നല്ലതാണ് എന്നുള്ള ലെവലിലേക്ക് അത് കൊണ്ടെത്തിക്കുകയാണ്. പക്ഷെ അവരെന്ത് ചെയ്യുന്നില്ല, അവിടെ സംഭവിച്ച ബസ്സിൽ വെച്ച് സ്ത്രീകളെ ഉപദ്രവിക്കപ്പെടുന്നു, പാർട്ടിക്ക് പോകുന്ന സ്ത്രീകൾ ഉപദ്രവിക്കപ്പെടുന്നു, വെറുതെ നടന്നു പോകുന്ന സ്ത്രീകൾ ഉപദ്രവിക്കപ്പെടുന്നു, ഈ കാര്യത്തിനല്ല അവർ അഡ്രസ്സ് ചെയ്തത്. അവർ അഡ്രസ്സ് ചെയ്ത കാര്യം, പുരുഷന്മാർ അഡ്രസ്സ് ചെയ്ത കാര്യം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, അതുകൊണ്ട് എന്നെ എല്ലാവരും എന്ത് ചെയ്യണം, അപ്രിഷിയേറ്റ് ചെയ്യണം, ഞാൻ മഹാനാണെന്ന് പറഞ്ഞിട്ട് മെയിൻ ഇഷ്യൂയിൽ നിന്നും നമ്മുടെ ആ ഒരു അറ്റൻഷൻ അവരെന്ത് ചെയ്തു, ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോയി. ആൻഡ് ഓൾസോ അവർക്ക് എന്ത് വേണമായിരുന്നു, ദേ വേർ സീക്കിംഗ് വാലിഡേഷൻ ഫോർ ബേസിക് ഡീസൻസി വിച്ച് ഷുഡ് ബി എക്സ്പെക്റ്റഡ് നോട്ട് സെലിബ്രേറ്റഡ്. സോ ഇതൊന്നും സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ട കാര്യമല്ല. നമ്മളൊരു മനുഷ്യനെ ഉപദ്രവിച്ചില്ല എന്ന് പറയുന്നത് ഒരിക്കലും സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമല്ല. അതാണ് വി ആർ എക്സ്പെക്റ്റഡ് ടു ബി വർക്കിംഗ് ലൈക്ക് ഹ്യൂമൻ ബീങ്സ്, അല്ലാണ്ട് മോൺസ്റ്റേഴ്സിനെ പോലെ ഉപദ്രവിക്കാനല്ലല്ലോ. സോ അതായിരുന്നു ആദ്യത്തെ വെബ് കോമിക്ക്. ഇനി രണ്ടാമത്തത് നോക്കാം. രണ്ടാമത്തതിൻ്റെ ടൈറ്റിലിൻ്റെ പേര് ഇങ്ങനെയാണ്, ജെൻഡർ സ്റ്റീരിയോടൈപ്സ്. സോ അതൊരു 8 പാനൽ ഒരു സംഭവമാണ്. സോ ആദ്യത്തത് ഒരു മാൻ സംസാരിക്കുകയാണ്. ഗോ ടു ദ കിച്ചൺ ആൻഡ് മേക്ക് മീ എ സാൻഡ്വിച്ച്, ഹാ ഹാ ഹാ. സോ ആ സ്ത്രീ അടുത്ത് ചോദിക്കുവാണ്, വൈ വുഡ് ഐ ഡു ദാറ്റ്? സോ പുരുഷൻ പറഞ്ഞ റിപ്ലൈ പറയും, കോസ് വിമൻ ബിലോങ് ഇൻ ദ കിച്ചൺ. സോ സ്ത്രീ ചോദിക്കുന്നു, വൈ ഡു യു സേ ദാറ്റ്? കോസ് വിമൻ ഡു ദ കുക്കിംഗ്. സോ അഗെയിൻ സ്ത്രീ ചോദിക്കുന്നു, വൈ ഈസ് ദാറ്റ്? കോസ് സെഞ്ചുറീസ് ഓഫ് ജെൻഡർ റോൾസ്, സോഷ്യൽ കൺസ്ട്രക്ട് ആൻഡ് പാട്രിയാർക്കി ഹാവ്. ഓ മൈ ഗോഡ്, ഐ എം സോ സോറി, ഐ നെവർ തോട്ട് അബൌട്ട്. ഇറ്റ്സ് ഓക്കെ, യു ഗോട്ട് ദെയർ എന്നാ സ്ത്രീ പറയുന്നുണ്ട്. വുഡ് യു ഫീൽ ബെറ്റർ ഇഫ് യു മെയ്ഡ് മീ എ സാൻഡ്വിച്ച് എന്ന് ചോദിച്ചാണ് കോമിക്ക് തീരുന്നത്. സോ ആ സ്ട്രിപ്പിൻ്റെ പേര് ജെൻഡർ സ്റ്റീരിയോടൈപ്സ് എന്നായിരുന്നു. സോ ഇതിൽ തന്നെ ആദ്യമേ തുടങ്ങുന്നത് ഒരു ജെൻഡർ സ്റ്റീരിയോടൈപ്പിംഗ് വെച്ചിട്ടാണ്. സ്റ്റീരിയോടൈപ്പിംഗ് മീൻസ് നമ്മളൊരു വ്യക്തിനെ നിങ്ങൾ ഇങ്ങനെയുള്ള ഒരാളാണ് എന്ന് പറഞ്ഞ് ഇതിനപ്പുറത്തേക്കൊന്നും ചെയ്യാൻ നിങ്ങൾക്ക് കഴിവില്ല എന്ന് അയാളെ പറഞ്ഞ് ബോധിപ്പിക്കുന്ന ഒരു സാധനം, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ് അയാൾ അതിനെ ഇൻറ്റേർണലൈസ് ചെയ്തു തുടങ്ങി. ഓക്കെ, ഞാൻ ഇത് ചെയ്യേണ്ട ആളാണ് ഞാൻ എന്ന് വിശ്വസിക്കുന്ന ഒരു തലത്തിലേക്ക് ഒരാളെ കൊണ്ടെത്തിക്കുന്നതിനാണ് സ്റ്റീരിയോടൈപ്പിംഗ് എന്ന് പറയുക.
സോ ഇവിടെ എനിക്കൊന്ന് വായിച്ചെന്ന് ഓക്കെ ആണെന്ന് തോന്നുന്നു. ആദ്യമേ പറയുന്നുണ്ട് പോയി അടുക്കളയിൽ പോയി സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന് പറയുന്നുണ്ട്. ഇതൊരു സെക്സിസ്റ്റ് ജോക്കാണ്. ഓക്കെ, ഇത് ഫോറിൻ അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് രീതിയിൽ പറയുന്നതാണ് മേക്ക് മീ എ സാൻഡ്വിച്ച് എന്ന്. ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ അതിന് മലയാളികളുടെ ഇടയിൽ പറയുന്നത് അതിൻ്റെ ഒരു സെക്സിസ്റ്റ് ജോക്ക് എന്ന് പറയുന്നത്, നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്, നീ പെണ്ണല്ലേ, ഇപ്പോൾ അടുക്കളയിൽ പോയി വല്ല പണിയും നോക്ക്. ഈ സാധനത്തിൻ്റെ ഇംഗ്ലീഷ് വേർഷനായിട്ടാണ് ആ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പറയുന്നത്. സോ എന്തുകൊണ്ട് അടുക്കളയിൽ പോകണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് അയാൾക്ക് മറുപടിയില്ല. കാരണം അയാൾ തപ്പിത്തടഞ്ഞ് പറയുന്നുണ്ട് വിമൻ ബിലോങ് ഇൻ ദ കിച്ചൺ. എന്നിട്ട് പറയുന്നുണ്ട് അയ്യോ അങ്ങനെ അല്ലല്ലോ, കുക്കിംഗ് ആണല്ലോ, കുക്കിംഗ് ചെയ്യണമല്ലോ എന്നൊക്കെ പറഞ്ഞ് അവസാനം സോറി പറയുന്നുണ്ട്. സോ അപ്പോൾ അടുത്ത സ്ത്രീ പറയുന്നുണ്ട് എന്താ ചെയ്യാൻ, ഓക്കെ എനിക്കൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ നിനക്ക് സമാധാനം ആകുമോ എന്ന് ചോദിക്കുന്നിടത്താണ് നിൽക്കുന്നത്. പക്ഷെ തിരിച്ചാലോചിച്ച് നോക്കിക്കേ, വേണമെങ്കിൽ ആ മനുഷ്യൻ എന്ത് ചെയ്യാമായിരുന്നു, നീ എനിക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഇത് എൻറ്റയർലി വേറൊരു സിനാരിയോ ആയേനെ. സോ ഇവിടെ എന്തിനെ പറ്റിയിട്ടാണ്, സെക്സിസത്തിനെ പറ്റിയിട്ടും പറയുന്നുണ്ട്. ഈവൻ ആഫ്റ്റർ നോയിങ് ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് ട്രൂ, പീപ്പിൾ ക്യാൻ സ്റ്റിൽ റിവേർട്ട് ടു ഓൾഡ് ഹാബിറ്റ്സ്. സോ സംസാരിച്ച് വന്നപ്പോൾ തന്നെ ആ മനുഷ്യൻ്റെ സംസാരിച്ച് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, അയാൾക്കറിയാം ഇത് ശരിയല്ല, ഇയാൾ പറഞ്ഞ കാര്യം ശരിയല്ല എന്നുള്ളത് അയാൾക്കറിയാം. ഇത് പാട്രിയാർക്കിയാണ് അല്ലെങ്കിൽ സ്ത്രീകൾ അടുക്കളയിൽ കിടക്കേണ്ടവരാണെന്ന് പറഞ്ഞ് വെറുതെ പറയുന്ന ഒരു സാധനം എന്നുള്ളത് അയാൾക്ക് ബോധ്യമുണ്ട്. പക്ഷേ എന്നിട്ടും ഹി ട്രൈ ടു മേക്ക് എ ജോക്ക്. സോ ആ തേർഡ് പാനൽ തന്നെ അയാൾ പറയുന്നുണ്ട് വർഷങ്ങളായിട്ട് ഇങ്ങനെയാണ്, അത് പാട്രിയാർക്കി ആണെന്ന് പറഞ്ഞ ഉടനെ അയാൾ പറയുന്നുണ്ട് ഐ എം സോറി, ഐ നെവർ തോട്ട് അബൌട്ട്, ഞാൻ നിന്നെ കളിയാക്കാൻ പറയുന്നതല്ല എന്നുള്ള ലെവലിൽ പറയുന്നുണ്ട്. പക്ഷെ ആൾ ചോദിക്കുക, അയാൾക്ക് കംപ്ലീറ്റ്ലി ബോധ്യമുള്ളൊരു കാര്യമാണ് അയാൾ എന്നിട്ടും അതൊരു ജോക്കാക്കി പറയാൻ ശ്രമിച്ചത്. സോ അതിനെയാണ് എങ്ങനെയാണ് മനുഷ്യർ എത്ര പഠിച്ചാലും ഒരവസരം കിട്ടുമ്പോഴത്തേക്കും ഈ ഒരു ജെൻഡർ സ്റ്റീരിയോ ടൈപ്പിംഗ് വെച്ചിട്ടുള്ള കോമഡികൾ പറയുന്നുണ്ട്. അതാണ് ആ സെക്കൻഡ് സ്ട്രിപ്പിനകത്ത് വരുന്നത്. ദെൻ മൂന്നാമത്തേത് ഇതാണ്, അതിൻ്റെ ടൈറ്റിൽ കൊടുത്തേക്കുന്നത് ആൻഡ് ഫൈനലി ബിക്കോസ് ഇറ്റ് ഈസ് കോൺഫറൻസ് സീസൺ. സോ ഇപ്പോൾ ഇങ്ങനൊരു സംഭവം നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാകും. നമ്മുടെ കോളേജിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പരിപാടി ഉണ്ടാകുമ്പോൾ കോൺഫറൻസുകൾ വരിക, മാതൃഭൂമിയുടെ ഫെസ്റ്റ് ആവട്ടെ, എന്തെങ്കിലും ലിറ്ററേച്ചർ ഫെസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഒരു ടോക്കിന് ആരൊക്കെയാണ് വരുന്നത്, സ്പീക്കേഴ്സിൻ്റെ പിക്ചേഴ്സൊക്കെ വെച്ചിട്ട് വരുന്നൊരു പരസ്യം ഉണ്ടാവും, ഒരു ആഡ് ഉണ്ടാവും. ആ ആഡാണ് ഇവിടെ തന്നിട്ടുള്ളത്. രജിസ്റ്റർ നൗ ടു അറ്റൻഡ് ദ മാനൽ ഓൺ ആൻ ഇഷ്യൂ ഇൻ വിച്ച് പ്ലെൻറ്റി ഓഫ് വിമൻ എക്സ്പേർട്സ് എക്സിസ്റ്റ്. സോ ആദ്യത്തെ ആൾ ഫേമസ് ആവറേജ് മെയിൽ സ്പീക്കർ, രണ്ടാമത്തെ ആൾ വൈറ്റ് മാൻ ഹൂസ് വേഗ്ലി കണക്റ്റഡ് ടു ദ ടോപ്പിക്, മൂന്നാമത്തെ ആൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, നാലാമത്തെ ആൾ ഗൈ ഹൂസ് PR കമ്പനി ഗോട്ട് ഹിം ദ സ്പോട്ട്, അടുത്ത ലാസ്റ്റ് ആൾ ഓവർ ക്വാളിഫൈഡ് വിമൻ എക്സ്പേർട്ട്. എന്നിട്ട് അവിടെ ഒരു സ്റ്റാർ കൊടുത്തിട്ടുണ്ട്, താഴെ അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഹു വിൽ ബി ഇൻറ്ററപ്റ്റഡ് പോയിന്റ്ലെസ്ലി and on multiple occasions. So date, every day, time, all the time, venue at your nearest conference center. So ഇതാണ് മൂന്നാമത്തേത്. സോ ഇവിടെ തന്നെ മാനൽ എന്ന് പറയുന്ന ആ ഒരു വേർഡ് തന്നെ അതൊരു വേർഡ് പ്ലേ ആയിട്ട് നമുക്ക് പറയാം. സോ ദിസ് കോമിക് is a critique of male-dominated panels, often called manels, where discussions on topics including those with plenty of qualified women experts are disproportionately represented by men. സോ ഏതെങ്കിലും ഒരു ടോക്കിന് പോകുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ ആ പാനലിൽ സംസാരിക്കാൻ വരുന്നത് ആണുങ്ങളായിരിക്കും. അതുകൊണ്ട് ആ പാനലിനെ മാനൽ എന്ന് സറ്ററിക്കലി പറഞ്ഞേക്കുവാണ്. ആൻഡ് ഈ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് സ്ത്രീകളുണ്ടായിരിക്കും. പക്ഷേ അവരെ ആരെയും ആയിരിക്കില്ല സംസാരിക്കാൻ ക്ഷണിക്കുന്നത്, ഈ പുരുഷന്മാരെ ആയിരിക്കും. സോ ഇതിൻ്റെ ഒരു ടൈം ആൻഡ് സെറ്റപ്പ് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു. മാനൽ എന്ന് പറയുന്ന വേർഡ് തന്നെ പാനൽ എന്ന് പറയുന്നത് റെഫറിങ് ടു ആൻ ഓൾ മെയിൽ പാനൽ. സോ എങ്ങനെയാണ് എല്ലാ ടോക്കുകളും മെയിൽ സ്പീക്കേഴ്സ് ഡോമിനേറ്റ് ചെയ്യുന്നത്, ഈവൻ ദോ ദർ ആർ വിമൻ എക്സ്പേർട്സ്. സോ ഇനി നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ടൈപ്പ് ഓഫ് മെയിൽ പാനലിസ്റ്റിൻ്റെ പിക്ചേഴ്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ എ ഫേമസ് ആവറേജ് മെയിൽ സ്പീക്കർ വളരെ ഫേമസ് ആയിരിക്കും, പക്ഷെ പുള്ളിക്കാരൻ വളരെ ആവറേജ് ആയിരിക്കും. കാര്യത്തിനെ പറ്റിയിട്ട് ഒരു ബോധ്യം ഉണ്ടാവത്തില്ല, സംസാരിക്കാൻ പോകുന്ന കാര്യത്തിനെ പറ്റിയിട്ട് ഒരു ധാരണയില്ലാത്ത ഒരു ആവറേജ് മെയിൽ സ്പീക്കർ ഉണ്ടായിരിക്കും. ദെൻ വൈറ്റ് മാൻ വാഗ്ലി കണക്റ്റഡ് ടു ദ ടോപ്പിക്. ഈ ടോപ്പിക്കുമായിട്ട് ഒരു ഒട്ടും റിലവൻസ് ഇല്ലാത്തൊരു വ്യക്തിയായിരിക്കും, പക്ഷേ വൈറ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും. ഓക്കെ, ഇത് മെയിൻലി
ഒരു ഫോറിൻ മീഡിയാസിനെ പറ്റി, അല്ലെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ നാട്ടിലും ഒരു വൈറ്റ് മെയിൽ അല്ലെങ്കിൽ ഒരു ഫോറിൻ സ്പീക്കർ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ഇമ്പാക്റ്റ് കൂടുതലായിരിക്കും. നമ്മൾ അതിനൊരു ഇൻ്റർനാഷണൽ സെമിനാർ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ടോക്ക് എന്നുള്ള ലെവലിലോട്ട് അതിനെ പുകഴ്ത്തിക്കൊണ്ടെത്തിക്കും. സോ അതാണ് ഉദ്ദേശിക്കുന്നത്. വൈറ്റ് ആയിട്ടുള്ള ഒരു ഫോറിനർ മതി, ഈവൻ ദോ ദാറ്റ് പേഴ്സൺ ഹീ ഈസ് നോട്ട് ആൻ എക്സ്പെർട്ട്, നമുക്ക് അയാളുടെ ഒരു വൈറ്റ് വേറൊരു കൾച്ചറിലുള്ള ഒരാളെ കാണിക്കാൻ പറ്റുന്നു. അതാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ ദർ ഇസ് എ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ. സോ ജസ്റ്റ് ഓൺലൈൻ പോപ്പുലാരിറ്റി മാത്രമുള്ള ഒരാൾ, അയാളെ കാണാൻ അവിടെ ആൾക്കാരെത്തും. പക്ഷെ അയാൾക്ക് എന്തുണ്ടാവില്ല, ഒരു ഡീപ്പായിട്ടുള്ള നോളജ് ആ കാര്യത്തിൽ ഉണ്ടാകത്തില്ല. പക്ഷേ കൺസിഡറിങ് ഹിസ് പോപ്പുലാരിറ്റി ഹിൽ ബി ഇൻവൈറ്റഡ്. ദെൻ അടുത്ത ഒരു ടൈപ്പ്, വേറൊരു ടൈപ്പ് ആണുങ്ങളെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഗൈ ഹൂസ് PR കമ്പനി ഗോട്ട് ഹിം ദ സ്പോട്ട്. സോ PR മീൻസ് പബ്ലിക് റിലേഷൻസ്. നല്ല പോലെ നെറ്റ്വർക്ക് ചെയ്ത് ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അയാളുടെ PR-കാരുടെ കഴിവ് കൊണ്ട് അയാൾ അവിടെ ഇരിക്കുന്ന ഒരു വ്യക്തി. സോ ഇയാൾ ഇതിൽ റെലവൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് അയാൾക്ക് ഒരു റെലവൻസ് ഉണ്ടാവില്ല, പക്ഷെ അങ്ങേരെയും കൊണ്ട് അവിടെ ഇരുത്തിയിട്ടുണ്ടാവും. ഇനി ഒരേ ഒരു സ്ത്രീയാണ് അതിനകത്തുള്ളത്, ആൻഡ് ഷീ ഈസ് ഓവർ ക്വാളിഫൈഡ്. ഒത്തിരി ക്വാളിഫൈഡ് ആയിട്ടുള്ളൊരു സ്ത്രീ ആയിരിക്കും. പാനലിൽ വരും, പക്ഷെ അവിടെ ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, വിൽ ബി ഇൻറ്ററപ്റ്റഡ് പോയിന്റ്ലെസ്ലി ഓൺ മൾട്ടിപ്പിൾ ഒക്കേഷൻസ്. ഈവൻ ദോ ആ പുള്ളിക്കാരിക്കാണ് ഏറ്റവും കൂടുതൽ അതിനകത്ത് നോളജ് ഉള്ളത്, പറയുന്ന കാര്യത്തിനെ പറ്റിയിട്ട് വസ്തുതാപരമായിട്ടുള്ള ജ്ഞാനം ഏറ്റവും കൂടുതലുള്ളത് ആ സ്ത്രീക്കാണ്. പക്ഷെ ആ സ്ത്രീ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ഈ ബാക്കിയുള്ള 4 പുരുഷന്മാരും കൂടി എപ്പോഴും ഇൻറ്ററപ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ദേ വോണ്ട് ലെറ്റ് ഹർ സ്പീക്ക്. സോ അതൊരു ഹൈലൈറ്റ് ആണ്, ഹൗ എ വുമൻ ഈസ് സ്ട്രഗ്ലിംഗ് ടു മേക്ക് ഹർ പോയിന്റ്സ് ഇൻ എ മെയിൽ ഡോമിനേറ്റഡ് സ്പേസ്. ഓക്കെ. ദെൻ ഇനി കുറച്ച് സറ്റേറിക്കൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഡേറ്റ് പറയുന്നത് എവറി ഡേ, ഏത് ദിവസം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. ടൈം ഓൾ ദ ടൈം, ഏത് സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. സോ വെന്യൂ, എവിടെയാണ് നിങ്ങൾ തൊട്ടടുത്തുള്ള കൺവെൻഷൻ സെൻറ്റർ അല്ലെങ്കിൽ കോൺഫറൻസ് സെൻറ്റർ നടക്കുന്നത്, അങ്ങോട്ട് പോയാൽ മതി, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏറ്റവും കൂടുതൽ ആണുങ്ങളുള്ള ഒരു പാനൽ, ഒരു സ്ത്രീ ഉണ്ടാവും. ആ സ്ത്രീയെ ബാക്കി പുരുഷന്മാരെല്ലാവരും കൂടി എപ്പോഴും ഇൻറ്ററപ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. സോ ഇത് കുറച്ച് എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതാണ്, പക്ഷെ എന്നാലും ഒന്ന് ഇരുത്തി ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് മനസ്സിലാവും. നമ്മൾ കാണാൻ പോകുന്ന ടോക്സ് ആവട്ടെ, ഈവൻ ന്യൂസ് അവേഴ്സിൽ കാണുന്ന ഒരു ചർച്ചയാവട്ടെ, ഇതൊക്കെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു സാധനമാണ്. സോ ഇനി എന്തൊക്കെ തീംസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ, നോട്ട് ഓൾ മെന്നിനകത്ത് വരുന്നത് ജെൻഡർ ആൻഡ് സോഷ്യൽ അവയർനെസ്, ഫെമിനിസം, ഡിസ്മിസൽ ഓഫ് വിമൻസ് ഇഷ്യൂസ്. സോ ഇനി ഒറ്റ വരിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, the comic critiques that not all men argument, where some men emphasize that they personally don't engage in harassment rather than addressing systematic gender violence. So ചില ആൾക്കാർ എന്താ പറയുക, ഇവിടെ ഇങ്ങനെ ഇഷ്ടംപോലെ റേപ്സ് നടക്കുന്നുണ്ട്, ഒരുപാട് ഹറാസ്മെൻറ്റ്സ് നടക്കുന്നുണ്ട്, പക്ഷെ ഞാനത് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇൻസ്റ്റെഡ് ഓഫ് അഡ്രസ്സിങ് ദാറ്റ് ഇഷ്യൂ അയാൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. സോ രണ്ടാമത്തെ ജെൻഡർ സ്റ്റീരിയോടൈപ്സ് എന്നായിരുന്നു. സോ ഇത് ഞാൻ എഗെയിൻ വായിച്ച് ഒരേ സാധനം റിപ്പീറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ആവശ്യത്തിന് ഇത് എഴുതി എടുത്ത് വയ്ക്കാം. സോ രണ്ടാമത്തേത് ബിലോങ്ങിങ് ദ കിച്ചൺ എന്ന് പറയുന്ന ഒരു ജെൻഡർ സ്റ്റീരിയോടൈപ്പ് ആയിരുന്നു. ദെൻ മൂന്നാമത്തേത് കോൺഫറൻസ് പാനൽ റെപ്രസെൻറ്റേഷൻ ആയിരുന്നു. സോ ഇവിടെ പറഞ്ഞ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, പേട്രിയാർക്കൽ നോംസും, പിന്നെ എക്സ്ക്ലൂഷൻ ഓഫ് വിമൻ ഇൻ പ്രൊഫഷണൽ ആൻഡ് പബ്ലിക് സ്പിയേഴ്സ്. സോ ഇതാണ് വെബ് കോമിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു റോൾ ഇവിടെ ചെയ്യുന്നുണ്ട്. കാരണം വി ക്യാൻ ഈസിലി റിലേറ്റ് ടു ഇറ്റ്. ഓക്കെ. സോ അതാണ്, ഇത്രേ ഉള്ളൂ ഇവിടെ. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.